ബിന്ദു അമ്മണിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചു കൊടുത്തത് ആരാണ്? NK പ്രേമേന്ദ്രനാണെന്നാണ് നമ്മുടെ മുസ്തഫയുടെ ആരോപണം. പുള്ളി പറഞ്ഞത് ഷിബു ബേബി ജോണിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബീഫാണ് പുള്ളി കൊടുത്ത് കഴിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ഇത് വേറെ ഒരു അലയൻസിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമാണ്. നമ്മൾ അത് കുറേ കാലങ്ങളായിട്ട് മറന്ന ഈ പേരുകൾ പ്രേമചന്ദ്രൻ എയറിലേക്ക് വീണ്ടും എടുത്തു തന്നു. ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞത് രണ്ട് വാനിൽ കിടത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്നതിനകത്തൊരു ദയാർത്ഥ പ്രയോഗമുണ്ട് എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഇതിനകത്തൊക്കെ കൊണ്ടുവരുന്ന ഒളിപ്പിച്ച് കടത്തുന്ന ഒരു സാധനം അപ്പുറത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് UDF LDF മാറില്ല, BJP മാറുള്ളൂ എന്നുള്ള തിരിച്ചറിവും പ്രേമചന്ദ്രനുണ്ട്. പ്രേമചന്ദ്രൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അത് ഏതു സമയവും നരേന്ദ്രമോദിയുടെ പറമ്പിലേക്ക് വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. നമസ്കാരം. നമസ്കാരം. ബിന്ദു അമ്മണിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചു കൊടുത്തത് ആരാണ്? NK പ്രേമേന്ദ്രനാണെന്നാണ് നമ്മുടെ മുസ്തഫയുടെ ആരോപണം. പി മുസ്തഫ, നമ്മുടെ മന്ത്രി കാസർഗോഡ് മന്ത്രി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പുള്ളി പറഞ്ഞത് ഷിബു ബേബി ജോണിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബീഫാണ് പുള്ളി കൊടുത്ത് കഴിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് ബീഫിനെ അനാവശ്യമായിട്ട് വലിച്ചടച്ചതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. NK പ്രേമേന്ദ്രനെ കുറിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ മോദി ഒരു ഉച്ചഭക്ഷണത്തിന് NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെ 5 MP ക്ഷണിച്ച ഓർമ്മയുണ്ടോ? ലോക്സഭാനൊക്കെ ശേഷം തന്നെ. അപ്പം ഏകദേശം 1 വർഷമാകാൻ പോകുന്നു. ആ സമയത്ത് തന്നെ ഞാനൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പരസ്യമായിട്ട് തന്നെ എൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വേറെ ഒരു അലയൻസിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമാണ്. കാരണം NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആവാൻ പറ്റുന്നൊക്കെ എന്തായാലും കേരള മുഖ്യമന്ത്രി ആവാൻ പുള്ളിക്ക് പറ്റത്തില്ലെന്നറിയാം. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങളിൽ ശക്തമായി സംസാരിക്കുന്ന ആളുകളിൽ ഒരാളും അത് ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിലല്ല പുള്ളി സംസാരിക്കാറുള്ളത്. പുള്ളി പലപ്പോഴും കൃത്രിമത്വമുണ്ട്, സത്യസന്ധതയല്ല വാക്കുകളിലുള്ള ഭാഷ. ഇങ്ങനെ ചതുരത്തിൽ സംസാരിക്കുന്ന, വടിവിൽ സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹാരിസ് ബീരാനെ പോലെയോ ജോൺ ബ്രിട്ടാസിനെ പോലെയോ സംസാരിക്കുന്ന ഒരാളല്ല അദ്ദേഹം. മറ്റു പലർക്കും ഇവിടെ നിന്ന് പോകുന്നവർക്ക് അവിടെ വൊക്കാബുലറിയിൽ പ്രശ്നമുള്ളവർ, അത്ര നല്ല ഒറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പം ഈ മൂക്കില്ല രാജ്യത്തെ മുടിമുക്കൻ രാജാവ് പോലെയാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ പ്രതിനിധികളിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് തന്നെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ. അല്ലാതെ മൊഹ്വാ മൊയ്ത്രയുടെയോ അസൗദ്ദീൻ ഒവൈസിയുടെയോ സുപ്രിയ സുരയുടെയോ ഒന്നും ലെവലിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള കെൽപ്പ് പോലും ഇദ്ദേഹത്തിനില്ല. കപിൽ സിബലിനെ പോലെ രാജ്യസഭയിൽ സംസാരിക്കാനുള്ള കെൽപ്പും ഇദ്ദേഹത്തിനില്ല. അവിടെയാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന 2 പേരുള്ളത്, ഹാരിസ് ബീരാനും ജോൺ ബ്രിട്ടാസും. ഇതൊരു ഊതി ഉറപ്പിച്ച ബലൂണാണെന്നുള്ളത് നമുക്ക് പണ്ട് തൊട്ടേ തോന്നിയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ആന്റണി രാജു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പോലെ തന്നെയാണ് NK രാമചന്ദ്രനും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. സോളാർ കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇടതുമുന്നണിക്ക് വേണ്ടി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഒരൊറ്റ സുപ്രഭാതത്തിൽ രാത്രി കടന്നുറങ്ങിയപ്പം LDF, രാവിലെ എഴുന്നേറ്റപ്പോൾ UDF. അപ്പോഴാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള പരനാറി പ്രയോഗം ഉണ്ടാകുന്നത്. പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും എടുത്ത് പരിശോധിക്കുമ്പോൾ പരനാറി എന്നുള്ളത് കുറഞ്ഞുപോയി എന്നും പരയ്ക്കപ്പുറം ഒരു മാകൂടെ ചേർത്ത് പരമനാറി എന്ന് വിളിക്കാൻ പോലും യോഗ്യനാണ് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. 1960 ഇദ്ദേഹം ജനിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ ബോർഡറായിട്ടുള്ള നാവായിക്കുളത്താണ് ജനിക്കുന്നത്. ഇപ്പോൾ 65 വയസ്സായി. അദ്ദേഹം 1988 അദ്ദേഹം BSc മാത്സ് കഴിഞ്ഞ ആളാണ് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB കഴിയുന്നു. കേവലം 28ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് നാവായിക്കുളത്ത് തുടങ്ങുന്നത്. അപ്പോൾ 28ാമത്തെ വയസ്സിൽ ഒരാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങുന്നത് മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആൾക്കാരൊക്കെ കേരളത്തിലുണ്ട്. ഇപ്പം ചെന്നിത്തലയുണ്ട്, ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 88 അങ്ങനെ മത്സരിച്ചു. 1988 അതിനിടയ്ക്ക് 91 അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നു. ഒരേ സമയം 2 സ്ഥാനത്തും തൊട്ടാനൊക്കെ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ET മുഹമ്മദ് ബഷീർ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, ഗ്രാമപഞ്ചായത്തിന്റെ. ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോൾ രണ്ടിടത്തും ഒരേ സമയം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ 91 ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം 95 അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക്, കൗൺസിൽ മാറി ജില്ലാ പഞ്ചായത്ത് സംവിധാനം വരുമ്പോൾ, ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനം വരുമ്പോൾ അങ്ങനെ വരുന്നു. ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വരുന്ന അന്നാണല്ലോ. 95 അങ്ങനെ വരുന്നു. 96 നേരെ ലോക്സഭയിലേക്ക് പോകുന്നു. 96 ലോക്സഭയിലേക്ക് പോകുമ്പോഴാണ് ദേവഗൗഡ പ്രധാനമന്ത്രിയാവുന്നു. പിന്നീട് IK ഗുജറാൾ പ്രധാനമന്ത്രിയാവുന്നത് പിരിച്ചുവിടുന്നു. 98 വീണ്ടും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു, വിജയിക്കുന്നു. ആ സമയത്തും മുന്നണിക്ക് വാജ്പേയി വരുന്നു. പക്ഷെ ഇടക്കാലത്ത് വെച്ച് താഴ്ന്നു. 99 വീണ്ടും നടക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ 99 തോറ്റ ഇദ്ദേഹത്തെ പിടിച്ച് 2000 രാജ്യസഭയിലേക്ക് അയക്കുന്നു.
ഒരു ഇടവേളയില്ല, ഗ്യാപ്പില്ല. RSP എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലോട്ട് അങ്ങ് എത്തിപ്പോയി. അല്ല, അതിനിടയിൽ പുള്ളി നിയമസഭയിൽ എത്തിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. അല്ല, അതെത്തിയിട്ടുണ്ട്. 2000 അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നു. ഇത് രണ്ടായിട്ട് പിരിയുന്നു. പിന്നെ RSPയുടെ സ്ഥാപക നേതാക്കളുള്ള ഒരാളായിട്ടുള്ള ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണുമായിട്ട് അദ്ദേഹം പിന്നെ പിരിയുകയും ഈ ചന്ദ്രചൂഡനെയും മറ്റവരെയൊക്കെ AV താമരാശനെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇതുമല്ല ഹൈജാക്ക് ചെയ്യുക. അങ്ങനെ 2006 ചവറയിൽ ഷിബു ബേബി ജോണിനെ പിന്നെ പരാജയപ്പെടുത്തുന്നു. VS മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു. 2011 പക്ഷേ അതേ ചവറയിൽ അദ്ദേഹം ഷിബു ബേബി ജോണിനോട് പരാജയപ്പെടുന്നു. ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാവുന്നു. പക്ഷേ 2014 ആകുമ്പോഴത്തേക്കാണ് മുന്നണിയിൽ ഷിബു ബേബി ജോൺ നിൽക്കുന്നു. RSP ഇപ്പുറത്ത് പിന്നെ അന്ന് 2013 തൊട്ട് സോളാർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് നിരന്തരം ചാനൽ ചർച്ചയിൽ പോയിരുന്നു. തലേന്നും ചാനൽ ചർച്ചയിൽ LDFനെ പ്രതിനിധീകരിച്ച് പോയ NK പ്രേമചന്ദ്രൻ പിറ്റേന്ന് UDFന്റെ ഭാഗമാവുന്നു. തലേദിവസം സോളാർ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. അപ്പോഴാണ് ഈ പരനാറി എന്നൊക്കെയുള്ള വിളി വിളിക്കുന്നത്. ഇദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥിയാവുന്നു. MA ബേബി ഇദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് MA ബേബി പരാജയപ്പെടുന്നു. ഇയാൾ ലോക്സഭയിലേക്ക് എത്തുന്നു. UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഷിബു ബേബി ജോൺ മന്ത്രിയായും ഇയാൾ MP ആയിട്ട് തുടരുന്നു. അപ്പോൾ UPA സഖ്യം വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയാവാം, കേന്ദ്രമന്ത്രിയാവാം. ക്യാബിനറ്റ് പദവി തന്നെ ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. കാരണം ഒരു തൂക്കുമന്ത്രിസഭയാണല്ലോ വരിക. 2024 വീണ്ടും മത്സരിക്കുന്നു, വിജയിക്കുന്നു. നിയമസഭയിൽ ആര് ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ലെന്നാവുന്നു. കാരണം RSPക്ക് 0 സീറ്റോട് കൂടിയിട്ട് ഈ നിയമസഭയിൽ അങ്ങ് തുടരുക. ആകെയുള്ള കോവൂർ കുഞ്ഞുമോൻ LDFന്റെ കൂടെ കൂടിയിട്ട് അത് വേറൊന്നും ഒരു പാർട്ടിയായിട്ട് പിന്നെ അങ്ങനെ നിൽക്കുക, ലെനിനിസ്റ്റ് പാർട്ടി. അപ്പോൾ എന്തായാലും 2014 അങ്ങനെ കുണ്ടറയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള പിന്നെ MA ബേബിയെ പരാജയപ്പെടുത്തുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തുന്നു. KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് എന്ന് എഴുതിയ, പക്ഷേ ഏകദേശം നല്ല മാർജിനിൽ ജയിച്ചു അദ്ദേഹം. 2014 പരാജയപ്പെട്ടത് KN ബാലഗോപാലിന് അനുഗ്രഹമായി, ഇല്ലെങ്കിൽ MP ആയിട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് 2021 മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി. രാജീവിനെ പോലെ, വാസവനെ പോലെ, MP രാജേഷിനെ പോലെയൊക്കെ പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റത് മന്ത്രിയാവാനുള്ള അപൂർവാവസരമായിട്ട് ചില കാര്യങ്ങൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മന്ത്രിയായി. അത് കഴിഞ്ഞ് 2024 അയാൾക്കെതിരെ പിന്നെ അത്യാവശ്യം CPMന് ആകെക്കൂടെ തെരഞ്ഞെടുത്ത് കിട്ടാവുന്ന ഒരു കോഴിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി, മുകേഷിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. മുകേഷും തോറ്റു. ഇത് കഴിഞ്ഞപ്പോഴാണ് 2024 തെരഞ്ഞെടുപ്പിൽ പിന്നെ മുകേഷിനെ പരാജയപ്പെടുത്തി വന്നതിന് ശേഷമാണ് ഇദ്ദേഹം മോദിയുമായിട്ട് അടുക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറച്ചു നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ല. ഒരൊറ്റ MP. പുള്ളി എവിടെ പോയാലും പുള്ളി തന്നെ ഇല്ല. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതെ പുള്ളിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് അത്യാവശ്യം പിന്നെ കാണാതെ പഠിച്ചിട്ടാണെങ്കിലും ചതുരത്തിലാണെങ്കിലും ഒക്കെ തനിക്കെതിരെ സംസാരിക്കുന്ന ഒരു ശബ്ദം വിലക്ക് മേടിക്കാൻ മോദി തീരുമാനിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പോവുകയും ചെയ്യും. ഇതുവരെ മോദി അങ്ങനെ പ്രൊപ്പോസൽ വെക്കാത്തതുകൊണ്ടാണ്. പക്ഷേ മോദി ഭക്ഷണത്തിന് വിളിച്ചത് ഒരു സന്ദേശം തന്നെയാണ് സംഭവം. വിളിച്ച ഉടനെ ഇയാൾ ഓടിക്കരുപ്പ്. അങ്ങനെയുണ്ട്. മുന്നണിയിലൊന്നും ആലോചിച്ചില്ല, അന്ന് എനിക്കിങ്ങനെ ക്ഷണം കൊണ്ട് ചെയ്യാൻ പോകണം വേണ്ടെന്നുള്ളതൊന്നും ആലോചിച്ചിട്ടില്ല. വിളിച്ച ഉടനെ അങ്ങ് പോയി. വേറെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ ഇവരിപ്പോൾ എന്തായിരുന്നു? അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതിന് ഇവിടെ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കണ്ട പോലെയാണ് പറയുന്നത്. സംസ്ഥാന മന്ത്രിയായിരുന്ന, ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന, ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്ന, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന, രാജ്യസഭാ അംഗമായിരുന്നു, ലോക്സഭാ അംഗമായിട്ട് 3 വട്ടം വരുന്നു, മന്ത്രിയായിരുന്നു, ഒക്കെ ആയിരുന്ന ഒരാൾ, ഒരു അന്തർദേശീയ പാർട്ടിയുടെ അന്തർദേശീയ നേതാവായിട്ടുള്ള ആൾ, അദ്ദേഹം വന്നിട്ട് പറയുകയാണ് രഘുനാഥ് പത്നിയെയും പിന്നെ ബിന്ദു അമ്മണിയെയും കൊണ്ടുവന്നിട്ട് ബീഫും ഇതും എല്ലാം കൂടെ പോലീസുകാർ ഉരുട്ടി വായിലോട്ട് വെച്ചിട്ട് കിടത്തിക്കൊണ്ടുപോയി എന്നുള്ള പ്രയോഗത്തിനകത്ത് ഒരു അശ്ലീല ദൈവാർത്ഥമുണ്ട്. അല്ല, അത് കൂടാതെ തന്നെ ഈ ബീഫ് ഫ്രൈയും പൊറോട്ടയും അതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം മുസൽമാന്റെ ബീഫ് ഫ്രൈ പൊറോട്ട ചേർത്ത് കൊടുത്തു എന്നുള്ളതും കൂടെ ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, കനകദുർഗയും ബിന്ദു അമ്മണിയും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. രഹന ഫാത്തിമയെ പോക്ക് തിരിച്ചു വിടുക ചെയ്തിട്ടുള്ളത്. രഹന ഫാത്തിമയ്ക്ക് അന്ന് അങ്ങോട്ട് എൻട്രി കിട്ടിയില്ല എന്നാണ് എൻ്റെ അറിവ്. വിപ്ലവകാരിയാവും ഞാൻ KR ഗൗരിയമ്മയെ പോലെ അല്ലെങ്കിൽ ജാൻസി റാണിയെ പോലെ അറിയപ്പെടും എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് വിപ്ലവം ഉണ്ടാക്കാൻ പോയതാണ്. ഇവളുമാരും ക്ലച്ച് പിടിച്ചില്ല. എല്ലാം അയ്യപ്പശാപം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട സാധനമൊന്നുമല്ല. അതൊക്കെ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് പോകാം. ഇവരാരും വിശ്വാസത്തിന്റെ പുറത്ത് പോയതല്ല എന്നുള്ള ഉറപ്പാണല്ലോ. ഒരു വാശിയുടെ പുറത്ത് പോയതാണ്. അതായത് ആ കോടതി വാശിയിലല്ല കോടതി വിധി നടപ്പിലാക്കി എന്ന് സർക്കാരിന് കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി, അത്രേ ഉള്ളൂ. അല്ല, അതിനുമല്ല, വാശിയുടെ പുറത്തുമല്ല. ഞങ്ങൾ വലിയ വിപ്ലവ നായികളാവും, നവോത്ഥാന നായികളാവും, കേരളത്തിലാകെ അറിയപ്പെടും, പ്രശസ്തരാകും. അത് കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളെ മത്സരിക്കാൻ വേണ്ടി വിളിക്കും, ഞങ്ങളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യുന്നൊക്കെയുള്ള അബദ്ധധാരണയുടെ പുറത്ത്, മനഃശാസ്ത്രപരമായി പക്വതയില്ലാത്തതിൻ്റെ പുറത്ത് എടുത്തിയാടിയ തീരുമാനം. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഇവളുമാരെയൊക്കെ പേരുകൾ നമ്മൾ മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും പ്രേമചന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും രഹന ഫാത്തിമയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ കുറേ കാലങ്ങളായിട്ട് മറന്ന ഈ പേരുകൾ
പ്രേമചന്ദ്രൻ എയറിലേക്ക് വീണ്ടും എടുത്തു തന്നു. ഇപ്പൊ എന്തായിരുന്നാലും വേണമെങ്കിൽ പറ്റുമെങ്കിൽ അവർക്കൊക്കെ RSP മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. കാരണം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ റവല്യൂഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെ കൂടെ കൂട്ടുക എന്നുള്ളത്. CPM ആ കാര്യത്തിനകത്ത് ചെയ്തിട്ടുള്ളത് ഒട്ടും ശരിയായ സമീപനമല്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇവരെ പോകുന്നത്. അതിന് വലിയ മുൻകൈ എടുക്കണ്ട. ആൾക്കാരോടെ പോകുന്നവരും പോട്ടെ, വിശ്വാസികൾ പോകുന്നവരും പോട്ടെ, കോടതി ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വരട്ടെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നല്ല അയഞ്ഞ സമീപനമൊക്കെ നിന്നാൽ മതിയായിരുന്നു. ആ സമയത്ത് 4 കിട്ടിക്കഴിയുമ്പോൾ പോയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടൊക്കെ വല്ല അവിടുത്തെ രക്ഷപ്പെടുത്തി ആശുപത്രി കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പോഴും കേരളം നടക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അടവൊക്കെ പോലീസിന് അറിയാവുന്നതാണ്. അതല്ലാതെ അതിൽ കൂടെ കയറിയിട്ട് ഒരു കളി കളിക്കാൻ നോക്കി അതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമം നടത്തി. ഭൂരിപക്ഷ വോട്ടുകൾ എന്തായാലും ഞങ്ങളെ പറ്റി തന്നെ വീടും എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും അതിൽ നിന്നാണ് പാഠം പഠിച്ചത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് പാഠം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയത്. പോട്ടെ, അത് ഇടതു മുന്നണിയുടെ വിഷയം, പ്രശ്നങ്ങൾ വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാം. 1 ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞത് 2 വാനിൽ കിടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്തൊരു ദയാർത്ഥ പ്രയോഗമുണ്ട് എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം. ഇരുത്തിക്കൊണ്ട് പോയി എന്താ പറയുന്നത്, എന്താ കുഴപ്പം? കിടത്തിക്കൊണ്ട് പോയി എന്ന് പറയേണ്ടി വന്നതിന്റെ പിന്നിലുള്ള സാധനം ഒരു വർഗീയ ലഹളയ്ക്ക് കൂടെ കോപ്പ് കൂട്ടുന്ന രീതിയിൽ, ഹൈന്ദവ മതവികാരം ആളിക്കത്തിക്കുന്ന രീതിയിൽ ബീഫ് എന്നുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള സാധനം എടുത്തിടുന്നു. രഹ്ന ഫാത്തിമയുടെ പേര് ആവർത്തിച്ച് ഒരു മുസ്ലിം പേരാണ്, അത് പറയുന്നു. ഇതിനകത്തൊക്കെ കൊണ്ടുവരുന്ന ഒളിപ്പിച്ച് കടത്തുന്ന ഒരു സാധനം അപ്പുറത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് UDF LDF മാറില്ല, BJP മാറുള്ളൂ എന്നുള്ള തിരിച്ചറിവും പ്രേമചന്ദ്രനുണ്ട്. അപ്പോൾ പ്രേമചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്? BJPക്ക് വിത്ത് വിതയ്ക്കാൻ പറ്റിയ ഒരു മണ്ണ് ഇവിടെ ഉഴുതിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ കരാറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് പ്രേമചന്ദ്രൻ ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് ഒരിക്കലും UDF മാറത്തില്ല എന്നുള്ളത് യഥാർത്ഥ വസ്തുതയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ദിവസം പിന്നീട് പ്രേമചന്ദ്രനോട് ചോദിക്കുമ്പോൾ പ്രേമചന്ദ്രൻ മറ്റേ പ്രേമചന്ദ്രൻ കണ്ട പോലെയാണ് പറയുന്നത്. പ്രേമചന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ്? പ്രേമചന്ദ്രൻ പറയുന്നത് ഷിബു ബേബി ജോണും BD സതീഷനും പറഞ്ഞത് ഞാൻ ആവർത്തിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ നേരെ സാധനം അവർ രണ്ടുപേരെയും തലലോട്ടം കെട്ടി വെച്ചു. അപ്പൊ പ്രേമചന്ദ്രൻ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതല്ലോ പറയുന്നത്. അവിടെ എന്തിനാ ഷിബു ബേബി ജോണിനെയും BD സതീഷനെയും കോട്ട് ചെയ്യുന്നത്? അപ്പൊ പ്രേമചന്ദ്രന്റെ ഒരു നിലപാടില്ലായ്മയും പ്രേമചന്ദ്രനും BJP തമ്മിലുള്ള അന്തർധാര സജീവമാകുന്നതിന്റെയും സൂചനയായിട്ടാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഈ ശരണം വിളിച്ച് ബെന്നി ബഹനാനൊക്കെ പോകുന്നത് കണ്ടു. എന്തായിരുന്നാലും ഗോമാതാ കീ ജയ് എന്ന് ഇവരും മുദ്രാവാക്യം വിളിക്കാതിരുന്നത് ഭാഗ്യം എന്നുള്ളത് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ UDFന്റെ സമരത്തെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പം ആ രീതിയിലുള്ള പ്രത്യേകിച്ച് ഏകദൈവ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും. അപ്പം സന്ദീപ് വാര്യർ പറഞ്ഞ എൻ്റെ കൂടെ ജയിലിൽ അവരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ പൊതുകാര്യമായിട്ട് ബന്ധപ്പെട്ടല്ല പോയേക്കുന്നത്. അയ്യപ്പനെ സംരക്ഷിക്കാൻ പോയിരിക്കുകയാണ്. അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നവനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വേണ്ടി സംസാരിക്കുന്നവനും ഒക്കെ അവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടോ കാര്യങ്ങളോ കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ സെക്യുലർ ഫാബ്രിക് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അല്ല. ഒരു കൈ കിട്ടിയിട്ട് സാധനത്തിനടുത്ത് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിനപ്പുറം ഒന്നും അതിനകത്ത് കാണുന്നില്ല. അപ്പം ഞാൻ കണക്കൂട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് പ്രേമചന്ദ്രൻ കടന്നു വരാനുള്ള സാധ്യതയും RSP നിന്നാലും നിന്നില്ലെന്നും പുള്ളിക്ക് കുഴപ്പമൊന്നുമല്ല. BJPക്ക് അവർക്ക് ഇവിടെ ഒരു വേണമെങ്കിലും മുന്നണി സംവിധാനത്തിലേക്ക് പോകാൻ പറ്റുന്ന RSPയിലെ ഒരു ഭാഗത്ത് എന്തായാലും പ്രേമചന്ദ്രൻ കുറച്ച് പേരേക്ക് അധികാരമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സ്റ്റാഫും ഇവരും ഒക്കെ ആയിട്ടും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് പേരെ കൂടെ നിർത്താലോ. അപ്പോൾ ഷിബു ബേബി ജോൺ ഗോപി വരച്ചോണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷിബു ബേബി ജോണിനും ഇയാളുടെ കൂടെ പറഞ്ഞ കേട്ട് നിൽക്കേണ്ടി വരും എന്നുള്ള ഗതികേടിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം എന്തായിരുന്നാലും അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ ഏറ്റവും പ്രധാനി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാറാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പൈസയുടെ കണക്ക് പറയാതെ ഇവർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് വേഗം തീർക്കാൻ നോക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അതേപോലെ തന്നെ ശിവകുമാറിൻ്റെ ഏറ്റവും മലങ്കീയായിട്ടുള്ള അവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് ഭരണസമിതി അംഗം എന്തോ ആയിരുന്ന ജോസ് ഫ്രാങ്ക്ലിൻ കാരണം ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ മുക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് UDF തിരിച്ചറിയേണ്ടത് UDFന്റെ മുമ്പിലുള്ള വിഷയം അയ്യപ്പനെ അല്ല ആദ്യം സംരക്ഷിക്കേണ്ട. അവർ ആൾക്കാരുടെ നിന്ന് പിരിച്ച പൈസയുടെ കണക്ക് വെളിപ്പെടുത്തുകയും അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശേഷം ഈ വിഷയത്തിലേക്ക് കൈകടത്തുക. ഈ വിഷയത്തിലേക്ക് കൈകടത്തുമ്പോൾ പ്രേമചന്ദ്രനെ പോലെയുള്ളവർക്ക് കൊടുക്കുന്ന ദൃശ്യപരത അത് ഇവർക്ക് തന്നെ വിനയായി മാറും. പ്രേമചന്ദ്രൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അത് ഏതു സമയവും നരേന്ദ്രമോദിയുടെ പറമ്പിലേക്ക് വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്.